കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 80 കടന്നു. പാലക്കാട് മണ്ഡലത്തിൽ 79.01% പോളിംഗ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിറ്റൂരിലാണ്. അവിടുത്തെ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട്. നമുക്ക് സച്ചിൻ. വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് ജില്ലയിൽ ഇത്തവണ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80.36% പോളിംഗ് ആണ് പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചിറ്റൂർ മണ്ഡലത്തിലാണ്. ചിറ്റൂർ മണ്ഡലത്തിൽ 84.63% പോളിംഗ് ആണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ 81.73% പോളിംഗും, അതേപോലെ തന്നെ ത്രികോണ മത്സരം നടന്ന മലമ്പുഴയിൽ 81.84% പോളിംഗുമാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തൃത്താല മണ്ഡലത്തിലാണ്. 78.62% പോളിംഗ് ആണ് തൃത്താല മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ആരെ പിന്തുണക്കും എന്നത് മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും. ശക്തമായ വിവാദ വിഷയങ്ങൾ, അതായത് വലിയ രീതിയിലുള്ള വിവാദ വിഷയങ്ങളെല്ലാം ഉയർന്ന ജില്ലയാണ് പാലക്കാട്. ഏറ്റവും ഒടുവിലായി വോട്ടിന് പണം നൽകുന്ന NDA സ്ഥാനാർത്ഥിയുടെ വിഷ്വൽ അടക്കം ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലെ പ്രതിസന്ധിയിലേക്ക് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. കൂടാതെ പാലക്കാട് ജില്ലയിലെ വിവിധ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്തതുമാണ്. കാരണം ഡീൽ ആരോപണം ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്തത് പാലക്കാട് മണ്ഡലത്തിലാണ്. കൂടാതെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടെ തന്നെ ചിറ്റൂർ മണ്ഡലത്തിൽ ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് V മുരുകദാസിൻ്റെ അപര സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ചിത്രങ്ങളെല്ലാം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കാരണമായിരുന്നു. ആ വിവാദങ്ങളുടെ പോസ്റ്റ്, അതായത് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രൻ പോസ്റ്റ് ഇട്ടതും ഇന്ന് വലിയ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയായി ചർച്ചയിൽ ഉയർന്നിരുന്നു. ആ സമയത്താണ് പാലക്കാട് ജില്ലയിലും പോളിംഗ് നടന്നത്. എന്തായാലും മികച്ച പോളിംഗ് ആരെ പിന്തുണക്കും എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ശരി, ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം ജില്ലയിൽ 79.70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കുറവ് പൊന്നാനിയിലും രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ശാന്തകുമാർ ചേരുന്നു വിവരങ്ങളുമായി. 16 അസംബ്ലി മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് അതിൻ്റെ പേഴ്സൻറ്റേജിലും സൂചിപ്പിക്കുന്നത്. 79.5% പോളിംഗ് ആണ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരാനും ഇടയുണ്ട് അന്തിമ കണക്കിൽ. എന്തായാലും മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷയുള്ള, UDFന് വലിയ പ്രതീക്ഷയുള്ള മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും മുസ്ലിം ലീഗിന് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ഏറനാട് മണ്ഡലത്തിലാണ്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിലാണ്. 16 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തോതിൽ പോളിംഗ് ഉയർച്ച 2021 സംബന്ധിച്ച് അതിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം ഏറെ ചർച്ചയായത് SDPIയുടെ വോട്ട് ആര് നേടുമെന്നുള്ളത് തന്നെയായിരുന്നു. ആ SDPIയുടെ വോട്ട് ആർക്ക് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഒരു മുന്നണിയും തയ്യാറായിട്ടില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ ആകെ ഏറെ ശ്രദ്ധേയമായ നേട്ടം, ശ്രദ്ധേയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം, UDFിനെ സംബന്ധിച്ചോളം മലപ്പുറം ജില്ലയിൽ മുഴുവൻ സീറ്റും നേടിയെടുക്കുക, അത് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ മുന്നേറ്റം ജില്ലയിൽ ആകെ ഉണ്ടാക്കാനായി. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാനാവും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിലെല്ലാം അവർ ഉന്നയിക്കുകയും അത് ആ രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് തന്നെ അവർ കടന്നു പോവുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും വലിയ നേട്ടമുണ്ടാക്കാനും UDFന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കഴിയുന്ന ഒരു ജില്ലയായി ഈ മലപ്പുറം ജില്ല മാറുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ഈ പേഴ്സൻറ്റേജ് വർധന, വോട്ടിംഗ് പേഴ്സൻറ്റേജ് വർധന എല്ലാ മണ്ഡലത്തിലും ക്രമാനുഗതമായി ഉണ്ടായിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവ ആർക്കാണ് ഇത് എന്നുള്ളത് ഈ മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.